ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 9 നാൾ മാത്രം. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഇന്നു മുതൽ ഏപ്രിൽ 6 വരെ വോട്ട് രേഖപ്പെടുത്താം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കർണാടക ബീഹാർ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളന്ദ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി സംബന്ധിക്കും. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് നാളെ മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ ശബ്ദ വോട്ടോടെ പാസാക്കി. നടപടി സംബന്ധമായ കാലതാമസങ്ങളും വ്യാഖ്യാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാണ് 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ചെയ്ത് പുതിയ ബിൽ കൊണ്ടുവന്നത്. കേന്ദ്ര സായുധ പോലീസ് സേന ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ രാജ്യസഭ പരിഗണിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിന് ഇനി 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. LDFന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. NDAയ്ക്ക് വേണ്ടി ഖുശ്ബു സുന്ദർ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡിൽ നിന്ന് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. UDFന് വേണ്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിൽ പ്രചാരണം നടത്തും. 3 മുന്നണികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും നിയന്ത്രണമുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പു രോഗികൾ എന്നിവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിംഗിന് സംസ്ഥാനത്ത് തുടക്കമായി. വോട്ടർ പട്ടികയിൽ 85 വയസ്സിന് മുകളിൽ പ്രായമായവർ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള 12D ഫോമിൽ അപേക്ഷിച്ചവർക്കാണ് ഹോം വോട്ടിംഗിനുള്ള പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാകുന്നത്. നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഫയർഫോഴ്സ്, എക്സൈസ്, KSEB, KSRTC, വാട്ടർ അതോറിറ്റി, റെയിൽവേ, BSNL, മാധ്യമപ്രവർത്തകർ തുടങ്ങി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്ത വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ സൌകര്യം ലഭിക്കുക. ഇന്നു മുതൽ ഏപ്രിൽ 6 വരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. പുതുച്ചേരിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, നടൻ വിജയ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക് തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി എത്തും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1ാംഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് 23-ന് വോട്ടെടുപ്പ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കർണാടക ബീഹാർ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബീഹാറിലെ രാജ്നഗറിൽ നാളന്ദ സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി സംബന്ധിക്കും. നാളെ കർണാടകയിലെ തുംകുരുവിലെ ശ്രീ സിദ്ധഗംഗാ മഠത്തിൽ ശ്രീ ശ്രീ ശിവകുമാര മഹാസ്വാമിജിയുടെ ഗുരുവന്ദന ചടങ്ങിലും 119ാമത് ജയന്തി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ നെതർലൻഡ്സ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അർദ്ധചാലകം, ജലവൈദ്യുത പദ്ധതികൾ, ഗ്രീൻ ഹൈഡ്രജൻ, ടാലന്റ് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് നാളെ മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുക. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുകയെന്ന് ഇന്ത്യൻ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമായ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള വിവരശേഖരണത്തിനു പുറമെ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനാകുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും സ്വയം പേര് ചേർക്കലും നടക്കും. ജാതി സെൻസസ് 2ാം ഘട്ടത്തിലായിരിക്കും നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട US വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തി അടച്ച് സ്പെയിൻ. നേരത്തെ സംയുക്ത സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചത്. ഇതോടെ പശ്ചിമേഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന US യുദ്ധവിമാനങ്ങൾക്ക് നാറ്റോ സഖ്യകക്ഷിയായ സ്പെയിനെ ഒഴിവാക്കി ദീർഘദൂര പാതകൾ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഈ നിയന്ത്രണം ബാധകമല്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഇന്ധനവില ഉയരാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ഗാർഹിക LPG വിതരണവും ഗതാഗത ആവശ്യങ്ങൾക്കുള്ള CNG വിതരണവും 100% ഉറപ്പാക്കിയതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്ന് രാസവള വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വ്യക്തമാക്കി. രാജ്യത്തെ യൂറിയ ഉൽപാദന കേന്ദ്രങ്ങൾ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. കുവൈറ്റിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇന്ത്യക്കാരന്റെ ഭൌതികദേഹം എത്രയും വേഗം തിരികെ എത്തിക്കാനുള്ള നടപടികൾ തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ വ്യക്തമാക്കി. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. Yesterday, an Indian national unfortunately lost his life in an attack in Kuwait. We express our deepest condolences to the family of the deceased. Our mission in Kuwait is in touch with the family of the deceased and is coordinating closely with the local authorities to render all support and for early return of his mortal remains to India. 8 Indian nationals have unfortunately lost their lives and 1 Indian national remains missing in various incidents. സംസ്ഥാനത്ത് LPG, PNG, സിറ്റി ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം നിരീക്ഷിക്കുന്നതിനായി സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന LPG വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 1800-4250-290 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ജൈനമതത്തിലെ അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ ജന്മവാർഷികമായ ഇന്ന് രാജ്യം മഹാവീർ ജയന്തി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് മഹാവീർ ജയന്തി ആശംസകൾ നേർന്നു. മഹാവീരൻ വിഭാവനം ചെയ്ത അഹിംസ, സത്യം, ബ്രഹ്മചര്യം തുടങ്ങിയ തത്വങ്ങൾ ജീവിതത്തിൽ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചെന്നൈ ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 12.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 17 പന്തിൽ 52 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ചെന്നൈക്കായി അൻഷുൽ കാംബോജ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. ടോസ് നേടിയ രാജസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 19.4 ഓവറിൽ 127 റൺസിന് എല്ലാവരും പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 9 നാൾ മാത്രം. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഇന്നു മുതൽ ഏപ്രിൽ 6 വരെ വോട്ട് രേഖപ്പെടുത്താം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കർണാടക, ബീഹാർ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളന്ദ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി സംബന്ധിക്കും. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് നാളെ മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.